ഹലോ ഗൈസ്, നമുക്കേ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴേക്കും നല്ല പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ ഒന്ന് കണ്ടാലോ. ഈസി ആട്ടോ. അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനൊന്നും അല്ല എടുത്തേക്കുന്നത്, കുറച്ച് ബോണൊക്കെ ഉള്ളത് തന്നെയാണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓണിയൻ പൗഡർ, പിന്നെ കുറച്ച് നമ്മുടെ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഗാർലിക് നന്നായിട്ട് അരച്ച് വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്താൽ അതായാലും മതി കേട്ടോ. അതിനുശേഷം പെപ്പർ ചിക്കൻ അല്ലേ, അപ്പോൾ കുറച്ച് പെപ്പർ ആവശ്യത്തിന്. ഞാനിവിടെ ഒരു അര തൊട്ട് ഒരു ടീസ്പൂണൊക്കെയാണ് ചേർത്തേക്കുന്നത്. പിന്നെ കോൺഫ്ലവറും ഒരു രണ്ടര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ചേർത്ത് ലേശം ഉപ്പും കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഒരു അര ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടേ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം കൂടി ചേർക്കുക കേട്ടോ. ലേശം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 1-2 മണിക്കൂർ എടുത്ത് വെക്കാമെങ്കിൽ അത്രയും നല്ലത്. എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം നേരം വെക്കാൻ പറ്റിയില്ല. പിന്നെ അത് കാരണം ഒരു പാൻ എടുത്തിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ലേശം, ശരിക്കും പറഞ്ഞാൽ ഇത് ഷാലോ ഫ്രൈ ചെയ്താണ് ഞാൻ എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് കോരി എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അതിനകത്ത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ്, വളരെ കുഞ്ഞു സൈസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങ് തിരിച്ച് മറിച്ച് കിട്ടിയുമ്പോൾ കണ്ടോ ഈ ഒരു പരുവം. ഇതിനകത്ത് കളർ കൂടുതലാണ് കാണിക്കുന്നത്, ശരിക്കും ഇത്രയും ഡാർക്കല്ല നേരിട്ട് കാണാൻ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് കോരി അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. വളരെ ഈസി അല്ലേ, എത്ര സമയം എടുക്കും? ഇതിപ്പോൾ ഏറിപ്പോയി ഒരു 10 മിനിറ്റല്ലേ എടുക്കുകയുള്ളൂ. എളുപ്പത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ നമ്മൾ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനൊപ്പം തന്നെ കുറച്ച് കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ആദ്യം അങ്ങ് എടുത്ത് മാറ്റി അങ്ങ് വെക്കണം കേട്ടോ. അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ എണ്ണ ഉണ്ടല്ലോ, അത്രയും എണ്ണ തന്നെ എടുത്താൽ മതി. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മുടെ സവാള അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഗ്രീൻ ചില്ലി ഞാനിവിടെ ഒരു 3-4 ചേർത്തിട്ടുണ്ട്. കാരണം അതിൻ്റെയും പെപ്പറിൻ്റെയൊക്കെ എരിവാണ് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊരു 3-4 ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ ചൈനീസ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചെയ്യലാണ് നമ്മുടെ ചൈനീസ് വിഭവങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇത് കറക്റ്റ് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ക്യാപ്സിക്കം കൂടി ചേർക്കണം കേട്ടോ. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്തിട്ട് അതും ഇതുപോലെ നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അപ്പോഴേക്കും കണ്ടോ കളറ് ഒന്ന് മാറിയുണ്ടോ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കണം കേട്ടോ, കാരണം സോയാ സോസിനകത്ത് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം പെപ്പർ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട, 30 സെക്കൻഡൊക്കെ മതി. അത്രയും വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ കോൺഫ്ലവർ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടില്ലേ, ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതിനകത്ത് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ലേശം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് കാണിക്കാൻ വിട്ടുവിടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് വിനീഗർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കണ്ടോ ഈ വിനീഗർ, അതൊരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തോളൂ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പറ്റിയാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയും കൂടി ചെയ്യുക. പിന്നെ ചേർത്തേക്കുന്നത് എന്താണെന്നറിയോ, ലേശം പഞ്ചസാര, ഒരു അര ടീസ്പൂൺ പഞ്ചസാര. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ.